ഓഗസ്റ്റ് 28 വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ. Too late have I loved you, O beauty ancient yet ever new. Too late have I loved you. And behold, you were within, but I was outside, searching for you there, plunging deformed amid those fair forms which you made. You were within me, but I was not with you. Things held me far from you, which, unless they were in you, did not exist at all. You called me and shouted, and burst my deafness. You gleamed and shone upon me, and chased away my blindness. You breathed fragrant odors on me, and I held back my breath. But now I pant after you. I tasted, and now I hunger and thirst after you. You touched me, and now I yearn for your peace. എന്നും പുരാതനവും നവീനവുമായ സൗന്ദര്യമേ, എത്ര താമസിച്ചാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. നിന്നെ അന്വേഷിച്ച് ഞാൻ വെളിയിലായിരുന്നപ്പോൾ നീ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നീ സൃഷ്ടിച്ച് രൂപം കൊടുത്ത സൗന്ദര്യഭാജനങ്ങളിൽ ഞാൻ വീണുപോയി. നീ എന്നോടുകൂടിയായിരുന്നു, എന്നാൽ ഞാൻ നിന്നോടുകൂടി ആയിരുന്നില്ല. സൃഷ്ടവസ്തുക്കൾ എന്നെ നിന്നിൽ നിന്നും അകറ്റി നിർത്തി. അവയ്ക്കാകട്ടെ നിന്നിലല്ലായിരുന്നുവെങ്കിൽ നിലനിൽപ്പ് ഉണ്ടാകുമായിരുന്നില്ല. നീ എന്നെ ഉച്ചത്തിൽ വിളിച്ച എൻ്റെ ബധിരതയുടെ ബന്ധനത്തിൽ നിന്നും എൻ്റെ കർണങ്ങളെ മോചിപ്പിച്ചു. നിൻ്റെ ശക്തമായ പ്രകാശം എന്നിലേക്ക് ചൊരിഞ്ഞ് എൻ്റെ അന്ധതയെ നീ ദൂരെ അകറ്റി. നിൻ്റെ സുഗന്ധത്തെ എന്നിലേക്ക് നിശ്വസിച്ചുകൊണ്ട് എൻ്റെ ശ്വാസത്തെ നീ പിടിച്ചു നിർത്തി. ഇപ്പോൾ ഞാൻ നിനക്കായി നെടുവീർപ്പെടുന്നു. നിന്നെ ഞാൻ രുചിച്ചനുഭവിച്ചു. ഇപ്പോൾ ഞാൻ നിനക്കായി വിശപ്പും ദാഹവും അനുഭവിക്കുന്നു. നീ എന്നെ സ്പർശിച്ചു. ഇപ്പോൾ ഞാൻ സമാധാനം അനുഭവിക്കുവാൻ കൊതിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രാർത്ഥനാരൂപത്തിലുള്ള ഈ ഉദ്ഗീരണത്തിൽ സമഗ്രമായ ഒരു ഏറ്റുപറച്ചിലുണ്ട്. സൃഷ്ടവസ്തുക്കളുടെ സൗന്ദര്യത്തിൽ കുടുങ്ങി ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൽ നിന്നും അകലെയായിരിക്കുന്ന അവസ്ഥയെയാണ് അദ്ദേഹം പാപാവസ്ഥയായി ചിത്രീകരിക്കുന്നത്. ദൈവത്തെ ഏറ്റവും പുരാതനവും നവീനവുമായ സൗന്ദര്യമെന്നും അസ്തിത്വത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഇരിപ്പിടമെന്നും ആത്യന്തികമായ സമാധാനമെന്നുമാണ് അദ്ദേഹം വിളിച്ച് അഭിവാദനം ചെയ്യുന്നത്. ഇതുവരെ അടയ്ക്കപ്പെട്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ കവാടങ്ങളെ തട്ടിത്തുറന്നാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങൾക്കും അപ്പുറത്തുള്ള ദൈവ അനുഭവത്തിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും അദ്ദേഹത്തെ ദൈവം ഉണർത്തിയതും ഉയർത്തിയതും. ഒരു പൊതു സൃഷ്ടിയുടെ അനുഭവമാണ് അഗസ്റ്റിൻ ഏറ്റുപറയുന്നത്. ദൈവത്തെ ഭക്ഷണവും പാനീയവും പോലെ, നറുമണം വിതറുന്ന സാന്നിധ്യാനുഭവം പോലെ, ഉള്ളിലുണർത്തുന്ന സ്പർശനാനുഭവം പോലെ, അങ്ങിൽ വിലയം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്യന്തിക സമാധാനം പോലെ ആണ് ഇനിമേൽ അദ്ദേഹം അനുഭവിച്ചു തുടങ്ങുന്നത്. ഉള്ളിലും വെളിയിലും ഒരുപോലെ സന്നിഹിതനായ ദൈവത്തെ ഉള്ളിലേക്ക് മടങ്ങുമ്പോഴാണ് ഒരുവൻ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ദൈവം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യാനുഭവമാണ്. ജീവിതാവസാനം വരെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ജീവൻ്റെ അനുഭവമാണ് ദൈവം. അങ്ങിലാണ് അവസാന വിശ്രമമെന്ന് വിളിക്കാവുന്ന സമാധാനം കുടികൊള്ളുന്നത്. അതുവരെ മനുഷ്യജീവിതം എന്നത് ദൈവത്തിലേക്കുള്ള നിരന്തരമായ ഒഴുക്കാണ്. അതിനെക്കുറിച്ചാണ് ഏറ്റുപറച്ചിൽ എന്ന അഗസ്റ്റിൻ്റെ ആത്മകഥയുടെ ആരംഭത്തിൽ അദ്ദേഹം ഉദ്ഗീരണം ചെയ്തത്. കർത്താവായ ദൈവമേ, നിനക്കായി നീ ഞങ്ങളെ സൃഷ്ടിച്ചു. നിന്നിലെത്തി നിന്നിൽ വിശ്രമം കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ജീവിതാവസാനം വരെ ദൈവത്തെ തേടിയുള്ള ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയായി ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ അഗസ്തീനോസ് നമുക്ക് വേണ്ടിയും അതുപോലെ ഹൃദയ അസ്വസ്ഥ്യം അനുഭവിക്കുന്ന ഏവർക്കും വേണ്ടിയാണ് തൻ്റെ ഹൃദയാവിഷ്കരണം നടത്തിയത്. ഹൃദയത്തോടൊപ്പം കാലുകളും ദൈവത്തെ തേടുന്ന വഴിയിലൂടെയാണ് ജീവിതാന്ത്യം വരെ ചലിക്കുന്നത്. ഇത് ഒരേ സമയം നമ്മിലേക്കും ദൈവത്തിലേക്കുമുള്ള നടന്നെടുക്കലാണ്. എന്നിലാണ് ദൈവത്തെയും ദൈവം സൃഷ്ടിച്ച ലോകത്തെയും ഞാൻ കണ്ടെത്തേണ്ടത്. എൻ്റെ ജീവിതവും ഈ ലോകവും സുന്ദരമാണ്. ദൈവാനുഭവം സൗന്ദര്യാനുഭവം തന്നെയാണ്. എല്ലാം സുന്ദരമാക്കി മെനഞ്ഞെടുത്ത ദൈവത്തെയാണ് എവിടെയും എന്നും പുരാതനവും നവീനവുമായ സൗന്ദര്യവുമായി വിശുദ്ധ അഗസ്തീനോസ് അഭിസംബോധന ചെയ്യുന്നത്. അത് എന്നോ അവ എന്നോ വിളിക്കാവുന്ന ഒന്നല്ല ഈ സൗന്ദര്യം.
നീ എന്നു മാത്രമേ നിത്യസൗന്ദര്യത്തെ അഭിസംബോധന ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതൊരു ആത്മഗതം കൂടിയാണ്. ജീവിതം എത്ര സുന്ദരമാണ് എന്ന ആത്മഗതം. എല്ലാ അഗസ്റ്റിൻ നാമധാരികൾക്കും അഗസ്റ്റിനെ വഴികാട്ടിയാക്കുന്നവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും വിശുദ്ധൻ വഴി ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ CST.